സൂപ്പർ മാർക്കറ്റുകളിൽ നോൺ സ്റ്റിക്ക്, സ്റ്റീൽ, അലൂമിനിയം പാത്രങ്ങൾ തരംഗമാകുമ്പോഴും പക്ഷേ ഓണത്തിന് മലയാളിക്ക് ഒരിക്കലും മറക്കാനാകില്ല മൺചട്ടികളിൽ ഒരുക്കുന്ന സദ്യക്കൂട്ടുകൾ. ഓണത്തിന് പൂക്കളവും പുതുവസ്ത്രങ്ങളും പോലെ മലയാളിക്ക് ഒഴിവാക്കാനാവാത്തതാണ് മൺപാത്രങ്ങളും. അവിയലും തീയലും പച്ചടിയും കാളനുമെല്ലാം അതിൻ്റേതായ രുചിയോടെ പാചകം ചെയ്യാൻ മൺപാത്രങ്ങൾ തന്നെ വേണം. പഴയകാലത്ത് വീടുകളിലേക്ക് ഓണം എത്തുന്നത് തന്നെ പുതിയ മൺപാത്രങ്ങളിലൂടെയായിരുന്നു. ചിങ്ങം പിറന്നത് മുതൽ മൺപാത്ര വിപണിയും സജീവമായിരിക്കുകയാണ്. കാലമെത്ര മാറിയാലും മൺപാത്രങ്ങൾ തിരക്കി ഇപ്പോഴും നിരവധി പേരാണ് എത്തുന്നത്. തമിഴ്നാട്, ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് മൺപാത്രങ്ങൾ കൂടുതലായും ഇപ്പോൾ എത്തുന്നത്. കറുപ്പ് ചട്ടി ഷൊർണൂരിൽ നിന്നും ഇടപ്പള്ളിയിലെത്തിച്ച് കറുപ്പിച്ച് ഇവിടെ എത്തിക്കുകയാണ്. 50 രൂപ മുതൽ 150 രൂപ വരെയാണ് വില. പണ്ടൊക്കെ ഉത്രാടത്തലേന്ന് ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നത് മൺപാത്രക്കടകളിലായിരുന്നു. ഇന്ന് അതെല്ലാം ഒരു ഓർമ്മ മാത്രമായി എങ്കിലും പുതിയ തലമുറയും മൺപാത്രങ്ങളോട് പ്രിയം കാട്ടുന്നുണ്ടെന്നാണ് ഇവരുടെ അഭിപ്രായം. അത് കുടിവെള്ള വ്യവസായമാണ്. പെണ്ണുങ്ങൾ ഇരുന്ന് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന സാധനമാണ്. പിന്നെ ഷൊർണൂരിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്, പിന്നെ ആലുവായിൽ നിന്ന് വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് 3 ഇടത്തുനിന്നാണ് ഇത് വരുന്നത്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും ശൂലമായിട്ട് കിട്ടി. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുത്തുന്നതാണ് ഇവിടുത്തെ പാത്രങ്ങൾ. കേരളത്തിൽ നിന്നും വരുന്നതാണ് കൂടുതൽ ഗുണനിലവാരമുള്ളതെന്നും പറയുന്നു. ഓണത്തിൻ്റെ തിരക്ക് പരിഗണിച്ച് ആവശ്യത്തിന് സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലാണ് തിരക്ക് വർദ്ധിക്കുന്നത്. ഒരു കാലത്ത് കേരളത്തിലെ എല്ലാ വീട്ടിലും കാണുമായിരുന്നു മൺപാത്രങ്ങൾ. ഉപയോഗിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് പലരും നോൺ സ്റ്റിക്ക്, അലൂമിനിയം തുടങ്ങിയവ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളെ അടുക്കളയുടെ ഭാഗമാക്കിയത്. എന്നാൽ ഇവയിലൊക്കെയുള്ള രാസപദാർത്ഥങ്ങൾ ശരീരത്തെ കാർന്നു തിന്നുക വഴി വിവിധ രോഗങ്ങൾക്കും വിധേയമാകുന്നതായുള്ള തിരിച്ചറിവും മൺപാത്രങ്ങൾ വീടുകളിലേക്ക് മടങ്ങിയെത്തുന്നതിന് കാരണമായിട്ടുണ്ട്. അടുത്ത കാലത്തായി രുചിവൈവിധ്യങ്ങൾ തേടിയുള്ള മലയാളിയുടെ അന്വേഷണങ്ങൾ മൺപാത്രങ്ങളിൽ പാചകം ചെയ്യുന്നു എന്ന ബ്രാൻഡുകളിൽ ചെന്നെത്തുന്നുമുണ്ട്. ഇതോടെ പുതിയ തലമുറയ്ക്കും മൺപാത്രങ്ങൾ പ്രിയപ്പെട്ടവയായി. കുംഭാര സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യം മൂലം പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാണം പ്രതിസന്ധി നേരിടുന്നുണ്ട്. കുംഭാര കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് പുത്തൻ സാങ്കേതിക വിദ്യ പകർന്നു നൽകുകയും ഇവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശനമേളകൾ നടത്തി വിൽപ്പന നടത്തിക്കുന്നതിനും സർക്കാരും വ്യവസായ വകുപ്പും മുൻകൈയെടുത്തതോടെ ഈ മേഖലയും സജീവമായിട്ടുണ്ട്. മൺപാത്രങ്ങൾ മാത്രമല്ല, വീടിനെ അലങ്കരിക്കുന്ന നിരവധി കൗതുക വസ്തുക്കളും ഭരണികളുമെല്ലാം മൺപാത്ര വിപണിയിൽ ഇപ്പോൾ സജീവമാണ്. ഗ്യാസിലും മൈക്രോവേവിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരം കറിച്ചട്ടികൾ, മീൻ കറിച്ചട്ടികൾ, ചിക്കൻ കറിച്ചട്ടികൾ, അപ്പച്ചട്ടികൾ, മീൻ വറക്കുന്ന ചട്ടികൾ, ചപ്പാത്തിച്ചട്ടി, തൈര് ഉറയൊഴിക്കുന്ന ബൗളുകൾ, ഫ്രൈയിങ് പാൻ തുടങ്ങി നിരവധി പാത്രങ്ങളും കുങ്കുമച്ചപ്പ്, മെഴുകുതിരി സ്റ്റാൻഡ്, പെൻ ഹോൾഡർ, ഗണപതികൾ, മുത്തുമണി പാത്രങ്ങൾ, കായൽ പാത്രങ്ങൾ, ടെറക്കോട്ട, ചുമർചിത്രങ്ങൾ എന്നിവയും വിപണിയിലുണ്ട്. മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയ 8ഓളം സമുദായങ്ങൾ കേരളത്തിലുണ്ട്. 1000ഓളം കുടിൽ വ്യവസായങ്ങളാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. നിർമ്മാണത്തിന് ആവശ്യമായ കളിമൺ കിട്ടാനില്ല എന്നതാണ് വ്യവസായം നേരിടുന്ന പ്രധാന വെല്ലുവിളി. 1 കിലോ കളിമണ്ണിന് 10 രൂപയിലധികം വില വരും. ഒരു വർഷം 20-50 ടൺ കളിമണ്ണാണ് കേരളത്തിലെ യൂണിറ്റുകൾക്ക് ആവശ്യമായി വരുന്നത്. പാത്രനിർമ്മാണത്തിൽ വിദഗ്ധരായ തൊഴിലാളികളെ കിട്ടാനില്ല എന്നതും ഈ വ്യവസായ മേഖലയിൽ വൻ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.